തിരുവനന്തപുരം പൊന്മുടിയിൽ രാവിലെ 8:30-ഓടെ പുള്ളിപ്പുലി ഇറങ്ങി. പൊന്മുടി പോലീസ് സ്റ്റേഷന്റെ മുൻവശത്തെ റോഡിലൂടെ കാടുകയറുന്നത് പോലീസുകാരാണ് കണ്ടത്. വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ പുലിയെ കണ്ടെത്താനായില്ല. ക്രിസ്മസ് അവധിക്കാലമായതിനാൽ നിരവധി സഞ്ചാരികളാണ് പൊന്മുടിയിൽ എത്തിയിട്ടുള്ളത്. AV ജയശങ്കർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ജയശങ്കർ, എന്താണ് പോലീസും വനംവകുപ്പും എല്ലാം പറയുന്നത്? വേണു, ഇന്ന് രാവിലെ 8:30-ഓടെയാണ് പൊന്മുടി പോലീസ് സ്റ്റേഷന്റെ മുൻവശത്തിലൂടെ പുള്ളിപ്പുലി പോകുന്നത് പോലീസുകാർ കണ്ടത്. ഇവർ ഉടൻ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിച്ചു. ശേഷം വനംവകുപ്പ് പ്രദേശത്ത് കൃത്യമായ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ ഇതുവരെ പുലിയെ കണ്ടെത്താനായിട്ടില്ല. എന്തായാലും പുൽമേടും മറ്റും നിറഞ്ഞ പ്രദേശമായതിനാൽ ഇവിടെ പുലി ഇറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിൽ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. അതിനാൽ തന്നെ വനംവകുപ്പ് പ്രദേശത്ത് ജാഗ്രത കർശനമാക്കിയിട്ടുണ്ട്. പ്രദേശത്ത് കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തും. എന്തായാലും പുലിയുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ക്രിസ്മസ് അവധി ദിനമായതിനാൽ നിരവധി സഞ്ചാരികളാണ് പൊന്മുടിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പോലീസും ഒപ്പം വനംവകുപ്പും വലിയ തോതിലുള്ള ഒരു ജാഗ്രത പ്രദേശത്ത് പുലർത്തുന്നുണ്ട്. എന്തായാലും പുലി വന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഉൾപ്പെടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് വനംവകുപ്പും ചേർന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പുലിയുടെ സാന്നിധ്യം, നിലവിൽ പുലി അവിടെ തുടരുന്നുണ്ട് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള പരിശോധന നടക്കുന്നുണ്ട്. എന്തായാലും പ്രദേശത്ത് വനംവകുപ്പും പോലീസും ജാഗ്രത പുലർത്തുന്നുണ്ട്. വേണു, AV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.